ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ദിവസത്തിൽ ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരാഴ്ച നമുക്ക് നല്ല രീതിക്ക് സ്ട്രെസ് ഇല്ലാതെ കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്തത് വരും, അങ്ങനെയല്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ ഒരുവിധം നന്നായി ചെയ്യാം എന്നാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു സാറ്റർഡേ റീസെറ്റ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകുന്നവർക്കായാലും സാറ്റർഡേ സൺഡേ ആണല്ലോ മുടക്ക് കിട്ടുക. അപ്പോൾ ആ ദിവസങ്ങളിൽ വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എല്ലാവർക്കും വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ഇട ദിവസങ്ങളിലാണ് ചെയ്യണത്. കാരണം ഞാൻ പുറത്തോട്ട് ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ വീഡിയോയുടെ പണികളൊക്കെ വീട്ടിലാണ് ചെയ്യണത്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും കുറച്ച് ഫ്രീ കിട്ടുന്ന ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അന്നത്തെ ദിവസം ക്ലാസ് ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ 5:30 മണിക്ക് ഞാൻ എഴുന്നേറ്റു, പ്രാർത്ഥിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 6 മണിയായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നു. ഈസതേ അവിടെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി, കാരണം ഇത്ര നേരത്തെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പണികളൊക്കെ അധികമുള്ള ദിവസം ഞാൻ പറയാറില്ലേ, നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത് എന്താണ് നമ്മൾ അന്ന് ഉണ്ടാക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കഞ്ഞിയും മുതിരപ്പേരിയുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കാരണം അത് എളുപ്പമാണ്, വേഗം പരിപാടി കഴിയും. നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ദിവസങ്ങളിൽ കുറേ നേരം കിച്ചണിൽ നിന്ന് ക്ഷീണമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് മീൻ കറിയും ഇടിയൻ ചക്ക എന്നൊക്കെ പറയില്ലേ, ഇടിയൻ ചക്ക വെച്ചിട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ മീൻ നമ്മൾ തലേദിവസം തന്നെ നന്നാക്കി വെക്കുക, അതോടൊപ്പം തന്നെ നാളികേരം ചിരണ്ടി വെക്കുക, പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നന്നാക്കിയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി വെക്കാനും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ അത് തലേദിവസം ചെയ്ത് വെക്കും. രാവിലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നാൽ കുറേ ടൈം പോവും. അങ്ങനെ നമ്മൾ കുറച്ച് സവാളയും തക്കാളി അതൊക്കെ ആവശ്യമുള്ളതൊക്കെ അരിഞ്ഞ് അതൊക്കെ അവിടെ വെച്ചു. ഇനി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ്. മുതിരയാണ് ആദ്യം കുതിർത്ത് വെച്ചത്, പിന്നെ അരിയല്ല ഞാനിങ്ങനെ 15 മിനിറ്റ് ഇങ്ങനെ കുതിർക്കാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകുമ്പോൾ വൃത്തിയാവും. അത് കഴിഞ്ഞ് മുതിര കഴുകി വൃത്തിയാക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു അരിപ്പിയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം വല്ലാതെ അകലുള്ള കണ്ണിയല്ല, വല്ലാതെ അടുത്തതും അല്ല ഇതിൻ്റെ അകലം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലുള്ള കല്ല് മണ്ണിൻ്റെ തരിയൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ അരിപ്പ് കൊട്ടയിൽ ഇട്ടിട്ട് ആദ്യം ഫുൾ കഴുകും. അപ്പോൾ തന്നെ കാണാൻ ചെറിയ തരി പോലെ കല്ലും മണൽ പോലെയൊക്കെ ഉണ്ടാവും. നമ്മളത് എത്ര പറക്കിയെടുക്കാനും കിട്ടാത്ത പോലത്തെ അത്രയും ചെറുതുണ്ടായിരിക്കും. അപ്പോൾ ഈ മുതിര ഇങ്ങനെ കഴിക്കുമ്പോൾ കല്ല് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ അരിപ്പ് വെച്ച് കഴുകാൻ തുടങ്ങിയപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് പിന്നെ ഞാൻ വീണ്ടും എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കറിലാക്കി ഉപ്പ് ചേർത്ത് അത് വേവിക്കട്ടെ. ഇന്ന് നമുക്ക് അടുത്തത് ഞാൻ കഞ്ഞിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേവ് കൂടിയൊരു അരി ഉണ്ടായിരുന്നു. അപ്പോൾ റേഷൻ്റെ അരി കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ള അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നല്ല വേവാണ്. അപ്പോൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു നേരത്തേക്ക് കുഴപ്പമില്ല, അടുത്ത നേരം തിളപ്പിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പോലെ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി വെന്ത് കൂടിയാലും കുഴപ്പമില്ലല്ലോ കഞ്ഞിക്ക്. അപ്പോൾ അതും കൂടി കുക്കറിലാക്കി വെക്കുന്നുണ്ട്. ഈ മൂന്നാമത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനും ഡിന്നറിനും വേണ്ടിയിട്ടുള്ള ചോറ് വെക്കണം. അപ്പോൾ അതും ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു കുക്കറിൽ ഒരു 3 കപ്പ് അരി, അത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അത് എത്രയാണ് അതിൽ കൊള്ളുള്ളൂ, അത് നമുക്ക് ഏകദേശം സെറ്റാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതും കൂടി നമ്മൾ സ്റ്റൗമ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആവുന്ന നേരം കൊണ്ട് നമുക്ക് കറികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുക്കറിലുള്ള ഐറ്റംസൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കാം. അപ്പോൾ പണി അവിടെ തന്നെ അങ്ങോട്ട് നടന്നോളും. ഇനി ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് സവാള, തക്കാളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ആദ്യം സവാളേനെ ഇതൊക്കെ ചരണ്ടി കൊടുത്തിട്ട് മീനിൻ്റെ പീസസ് അതിലിട്ടിട്ട് അത് പുരട്ടി വെച്ചു. അപ്പോൾ നമുക്ക് പിലോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മുളകൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നാളികേരം ഞാൻ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഞാൻ സാധാരണ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലാട്ടൊന്ന് ഉണ്ടാക്കണേ. നാളികേരം കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം നന്നായി അരച്ചെടുത്തിട്ട് ആ പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചു കട്ടിയുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം അധികം ചേർത്ത് നന്നായി അരച്ചിട്ട് 2ാം പാല് ചേർത്തിട്ടാണ് ഈ കറി വേവിക്കാൻ പോണത്. കുടപ്പുളിയാണ് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നോക്കിയൊക്കെ സെറ്റായിട്ട് ഇനി അതവിടെ നിന്നും മീഡിയം ഫ്ലെയിമിൽ തിളക്കട്ടെ. മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിക്കാം. ഇപ്പുറത്ത് നമ്മുടെ മുതിരയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളിയും എന്താ പറയുക ചുവന്നുള്ളിയൊക്കെ ചേർത്ത് മൊരിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നാളികേരം ഇപ്പോൾ ചേർക്കാം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ നാളികേരം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് മുതിരയും കൂടി ചേർത്ത് ഇളക്കി എടുത്താൽ നമുക്കിന് വെറുതെ കഴിക്കുക. അത് കഞ്ഞിയുടെ കൂടെ ആയാലും ചായക്കൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. മുതിരയുടെ ഉപ്പേരി ഞാൻ കുറച്ച് കൂടുതൽ വെച്ചു. ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് ഇടിയൻ ചക്ക അരിഞ്ഞു കൊണ്ട് തന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ.
അങ്ങനെ ഞാനത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിലടിച്ചിട്ടാണ് വേവിക്കാറുള്ളത്. 3 വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചിട്ട് പിന്നെ അത് കാച്ചിയെടുക്കും. അപ്പോൾ ഇത്തിരി വലിയ പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ കാച്ചി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ നമ്മുടെ അമ്മി വെച്ചിട്ട് ഒന്നിങ്ങനെ ചെറിയ കൈ പിടിക്കുന്ന അമ്മിയിൽ അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ചതച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വിടരും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചാൽ എന്താണെന്ന്. നിങ്ങളും അങ്ങനെയാവും ചെയ്യാനായിട്ടാ, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ കുഞ്ഞ് പീസായിട്ട് അരിയാറില്ല, ഇങ്ങനെ ചെയ്യാറ്. മീൻകറി ഏകദേശം വെന്തിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചുവന്നുള്ളി കാച്ചി അതും കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കറി ഏകദേശം സെറ്റായി. ചുവന്നുള്ളി കാച്ചുമ്പോൾ ഞാൻ എപ്പോഴും മുളക് പൊടി ഇടും. നിങ്ങളും ചെയ്യണതാവൂട്ടാ, ചെയ്യാറില്ലെങ്കിൽ അറിഞ്ഞോട്ടെ വെച്ചിട്ട് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ മീൻകറി ഇങ്ങനെ ഇരുന്ന് ഉച്ചയാകുമ്പോഴേക്കും നല്ല കട്ടിയാവും. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇടിയഞ്ചൊക്കെ കാച്ചിയെടുക്കാട്ടെ. ഇതിനായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മൾ ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് വേപ്പിലയും അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1.5 ടീസ്പൂണ് പൊടിച്ചിട്ടുള്ള വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇടിയഞ്ചക്ക വേവിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അമ്മിക്കല്ലുണ്ടല്ലോ നമ്മുടെ, അതെടുത്തിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അടിക്കണം കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ വീട്ടിൽ ഇടിക്കാറുള്ളത്, വെളുത്തുള്ളി ചുവന്നുള്ളിലേക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വിടരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അതങ്ങനെ വിടരുത്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറ്? ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാവും ചെയ്യേണ്ട കേട്ടോ, പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ല ഇളക്കി നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കറികളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഇത് ഇവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു സന്തോഷമാണ് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം ഈ പണി കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കിയുള്ള പണി ചെയ്തിട്ടില്ലെങ്കിലും വിഷമമില്ലാത്ത, പക്ഷേ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇനി നമ്മുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ബാക്കിയുള്ളതാണ്, പാത്രങ്ങൾ കഴുകി വയ്ക്കൽ. ഭക്ഷണം എനിക്ക് എന്തോരം വേണമെങ്കിലും പലതരത്തിൽ വെക്കാം. പാത്രം കഴുകൽ അവസാനം ആകുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരും. ഞാൻ പരമാവധി എല്ലാം കഴുകി വെക്കെങ്കിലും അവസാനം എന്തെങ്കിലുമൊക്കെ വരും, ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ അവസാനം ആ സിങ്കിൽ വന്ന് കിടക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ കൊട്ടയിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ തുടച്ച് മാറ്റി വെച്ചു. കാരണം കുറേ പാത്രം കഴുകി വയ്ക്കുമ്പോൾ പിന്നെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇവിടെയുള്ള പാത്രം എല്ലാം കഴുകി അതിലോട്ട് വെച്ചു. അതിലേറ്റവും വെറുക്കപ്പെട്ട ഒരു സാധനമാണ് ഈ കുക്കർ. അപ്പോൾ ഇന്നാണെങ്കിൽ 3 കുക്കർ കഴുകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മടുപ്പ് തോന്നുന്നുണ്ട്. എന്നാലും നമ്മളതെല്ലാം വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് സമയം ഏകദേശം 8:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ ഒരുവിധമൊക്കെ തീർന്ന മക്കളുടെ കൂടെ തന്നെ പരമാവധി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കും. അങ്ങനെ പറ്റുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ആദ്യമൊന്നും പറ്റാറൊന്നുമില്ല. ഇവരൊക്കെ ചെറുതായിരിക്കും. ഇവരെയൊക്കെ പറഞ്ഞു വിട്ട് 9:30 കഴിഞ്ഞിട്ടാവും ഞാൻ ഇരുന്ന് സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോഴാവും കിച്ചണിലെ ബാക്കി പണികളും പാത്രം കഴുകലും ഒക്കെ അവിടെ കെടുക്കുന്നുണ്ടാവും. ഇപ്പം എന്താ വെച്ചാൽ അവർ സ്വയം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രായമായി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുക്കളയിൽ എല്ലാ പണിയും തീരുമ്പോഴേക്കും അവർ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ മക്കൾ ചെറുതായിരിക്കുമ്പോഴാണ് ആ ഒരു കുറച്ച് സമയത്തെ കാലഘട്ടമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ അവർ വലുതാവും തോറും അവർ സ്വയം കുറേ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യം അവരെ ചെയ്യേണ്ടി വരില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും കേട്ടോ. കാരണം എനിക്കിപ്പോൾ എൻ്റെ മക്കൾ പെട്ടെന്ന് വലുതായി പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കര സങ്കടം. കാരണം അയ്യോ ഇവർ വലുതായി പോവാണല്ലോ, എൻ്റെ ഒപ്പത്തിനായി പിന്നെ എന്നെക്കാട്ടും വലുതായി തുടങ്ങി അവർ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കിങ്ങനെ ഭയങ്കര സങ്കടം. അയ്യോ അവർ വലുതായി തുടങ്ങിയില്ല. എന്നാൽ സന്തോഷമാണ് അവർ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യണ കാണുമ്പോൾ. എന്നാൽ അവരിങ്ങനെ വലുതായി പോണ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു നമ്മളാണെങ്കിലോ പ്രായം ആവാത്തൊരു ഫീൽ നമ്മുടെ മൈൻഡിൽ. പക്ഷെ മക്കളെ കാണുമ്പോൾ അയ്യോ ഇവരെന്തോരം വലുതായി, അങ്ങനെ ഒരു ഫീൽ കേട്ടോ. അപ്പോൾ റോസൂന് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ചെയ്യുന്നൊരു പരിപാടി കേട്ടോ. കുഞ്ഞ് കിച്ചൺ സെറ്റിലെ ചെറിയ പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് കറിയും കുറച്ച് ചോറും ഒക്കെ വെച്ചിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ അങ്ങനെ ഇരുന്നു ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത കാര്യം നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സ്മാർട്ട് ക്ലീനിങ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഓരോ റൂം വീതമാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാസത്തിൽ നമ്മൾ എല്ലാ റൂമുകളും ഏകദേശം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന പോലെ വരും. നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലിവിങ് റൂമും ഡൈനിങ് ഏരിയ ആണ് ആദ്യത്തെ ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 2 റൂമുകൾ പൊതുവേ നല്ല എളുപ്പമായതുകൊണ്ടും അത് വേഗം ചെയ്ത് തീർക്കാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ 2 റൂമായിട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കുറച്ച് ടഫുള്ളത് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ എല്ലായിടത്തും പൊടി തട്ടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സോഫാമത്തെ പൊടിയും കാര്യമൊക്കെ ബ്രഷ് വെച്ച് തട്ടാണ്. ഇനി അധികം പൊടി ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ തുണി നനച്ചിട്ട് ജനാലയമേല എല്ലാത്തും നനച്ച് തുടയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് അധികം പൊടിയോ കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ മാസത്തെ ലാസ്റ്റിലായിട്ട് നന്നായിട്ട് പൊടിയൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡസ്റ്റർ വെച്ച് തട്ടേണ്ട അത്ര പൊടിയുള്ളൂ. നമ്മൾ പൊടിയൊക്കെ അങ്ങനെ കാണുമ്പോൾ കുറച്ചൊക്കെ തട്ടി കളയുകയാണെങ്കിൽ ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നേരമൊന്നും കിട്ടാറില്ല കേട്ടോ എപ്പോഴും ചെയ്യാനൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസത്തിൽ ഒരിക്കലും ഒരു ദിവസം ഇങ്ങനെ ചെയ്യണ സമയത്താണ് കാര്യമായിട്ടൊക്കെ ചെയ്യുക. അല്ലാത്ത സമയമൊക്കെ കാണുമ്പോൾ ചെയ്യുന്നല്ലാതെ ഭയങ്കരമായിട്ട് ഫുൾ ടൈം ക്ലീനിങ്ങും ചെയ്യണ ആളല്ല.
അപ്പോൾ ഇനി ഞാൻ അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ്. കാരണം എനിക്കിതിങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത് മുഴുവൻ അങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫുള്ളായിട്ടും സോഫയൊക്കെ ഇങ്ങനത്തെ സമയത്ത് മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് നീക്കിയൊക്കെ തുടയ്ക്കുക, അടിക്കുകയൊക്കെ ചെയ്യുക. അല്ലാത്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ച് പോകാറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് നല്ല സ്മെല്ലൊക്കെ ആയിട്ടാണ് തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ വൃത്തിയാക്കാം. ഡൈനിങ് ഏരിയയിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. ജനാലകളൊക്കെ നേരത്തെ ഇങ്ങനെ നനച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഡസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇനി നന്നായിട്ട് പൊടി പോകാൻ വേണ്ടിയിട്ട് ഈ ഡസ്റ്ററിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് പെയിൻറ്റ് ബ്രഷ് ഉണ്ടല്ലോ, നല്ല വീതിയുള്ള പെയിൻറ്റ് ബ്രഷ് മേടിച്ചിട്ട് അത് വെച്ച് പൊടി തട്ടാം. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അടുത്ത് കിച്ചൻ്റെ ജനാലമേൽ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ നമ്മൾ ഈ ഡസ്റ്റർ വെച്ച് പൊടിയാക്കിയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ചേട്ടനാണ് ഇങ്ങനെ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് വന്നിട്ട് നല്ല വീതിയുള്ള ബ്രഷ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തട്ടിപ്പോൾ നല്ലതായിട്ട് പൊടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനല ക്ലീൻ ചെയ്യാൻ ഈ ഡസ്റ്ററിനെക്കാട്ടും ഒക്കെ നന്നായിട്ട് തോന്നിയത് ആ ഒരു ബ്രഷാണ്. പക്ഷെ അത് നല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം അത് എടുത്താൽ മതി. അല്ലാത്തപ്പോൾ ചെയ്യുമ്പോൾ ഈ ഡസ്റ്ററോട് ജസ്റ്റ് മാറാതെ തട്ടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വട്ടം ഞാൻ ചെയ്യുമ്പോൾ ആ ബ്രഷ് കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ഇനി ഞാൻ എന്തായാലും ചെയറുകളെല്ലാം ഒന്ന് അതിൻ്റെ കുഷനൊക്കെ മാറ്റി അതൊക്കെ പൊടി തട്ടി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച ഡസ്റ്ററല്ല, വേറെ ഒരെണ്ണുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. കാരണം അതുമ്പോൾ കുറച്ച് മാറാലിയും അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് ഫുള്ളായിട്ടും പൊടി തട്ടി ഇങ്ങനെ വെക്കുകയാണ്. ഇനി അതുമ്പോൾ അധികം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വെള്ളം ഒന്ന് നനച്ച് പിഴിഞ്ഞിട്ട് ഒന്ന് തുടയ്ക്കും. പക്ഷേ വെള്ളം വെച്ച് എപ്പോഴും ഇങ്ങനെ ഒന്നും തുടയ്ക്കരുത്. അപ്പോൾ അതിൻ്റെ പോളിഷും കാര്യമൊക്കെ പോകും. മരത്തുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേറെ സൊല്യൂഷനോ കാര്യമൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് അറിയില്ല എന്താ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളം മുക്കി നന്നായി പിഴിഞ്ഞ് ഒന്ന് തുടച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഇവിടെ ഒന്ന് തുടച്ചിടാം. അപ്പോൾ തുടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച സൊല്യൂഷൻ, ഞാനിത് പുതിയത് മേടിച്ചാണ് കേട്ടോ. നല്ല സ്മെല്ലായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു ഡോക്ടർ ചോയ്സിൻ്റെ ബ്രാൻഡാണ്, ലാവൻഡർ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ സാധാരണ മേടിക്കാറ് പുൽത്തൈലത്തിൻ്റെ മണമുള്ളത് അല്ലെങ്കിൽ ലെമണിൻ്റെ സ്മെല്ലുള്ളതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ചില സ്മെല്ലുകളൊക്കെ ഇങ്ങനെ തുടച്ച് കഴിയുമ്പോൾ എനിക്ക് അത്രയും ഇങ്ങനെ വല്ലാത്തൊരു മണങ്ങൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ ഒരു മണം ഒരു പൗഡറിൻ്റെ ഒക്കെ മണം പോലെ തോന്നിയിട്ട് ലാവൻഡർ സ്മെല്ല് നന്നായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ കസാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞ് ഇത് ഇവിടെ തുടച്ച് കംപ്ലീറ്റ് ആക്കി. ഡൈനിങ് ടേബിൾ പിന്നെ തുടയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല, കാരണം ഇതിന് മുകളിൽ നമ്മൾ ടേബിൾ ക്ലോത്ത് വിരിച്ചുകൊണ്ട് അങ്ങനെ പൊടിയോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടേബിൾ ക്ലോത്ത് പുതിയത് വിരിച്ചു, വൈറ്റും ബ്ലാക്കും ചെക്സ് ഉള്ളതാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ മാറി മാറി ഒരെണ്ണം അലക്കുവാൻ എടുക്കുമ്പോൾ നമ്മളിത് മാറി മാറി വിരിക്കും. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് ഒരു ഫേസ് പാക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫ്രഷ് ആവാമെന്ന്. കാരണം ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഫേസിൽ ചെയ്യാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഭയങ്കര മടി. അപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുഖത്ത് തേച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് കുറച്ച് തുണികൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അലക്കി ഇതൊക്കെ ഇട്ടു. അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം. അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് ദേ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പ്ലാനർ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് എഴുതാണ്. വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കിലേക്ക് ഏതൊക്കെ വീഡിയോസാണ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കും. കൂടുതലും ഡയറിയിൽ അതാണ് എഴുതാറുള്ളത്. പിന്നെ ചെയ്യുന്നത് നമ്മൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മീൽ പ്ലാൻ ചെയ്യുക. അതായത് എന്തൊക്കെ ഭക്ഷണം വെക്കണം എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അപ്പോൾ മീൽ പ്ലാനിൽ സാധാരണ രാവിലെ മിക്ക ദിവസവും പലഹാരം തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വീട്ടിലെ അംഗങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ പലഹാരങ്ങൾ എല്ലാ ദിവസവും മാറി മാറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്താൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഉപ്മാവ്, പുട്ട്, അതുപോലെ തന്നെ കഞ്ഞി, ഇത് മൂന്നുമാണ് ഏറ്റവും ഈസി ആയിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അത് മൂന്നും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ പലഹാരങ്ങൾ ദോശ, വെള്ളയപ്പം, ഇഡ്ഡലി ഈസിയാണ് കേട്ടോ. ദോശ, വെള്ളയപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദോശക്കല്ലായാലും 2 എണ്ണം വയ്ക്കും. അതുപോലെ തന്നെ പുട്ടുകുറ്റി ആയാലും 2 എണ്ണം. അപ്പോൾ അത് 2 എണ്ണം അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അപ്പച്ചട്ടി അതൊക്കെ 2 എണ്ണം വെച്ചാൽ നമുക്ക് അധികം പേര് വീട്ടിലുണ്ടെങ്കിൽ പലഹാരങ്ങളൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കറികൾ നമ്മൾ സാധാരണ സൺഡേ ആണെങ്കിൽ നോൺ വെജ് വെക്കുക, അതായത് ഇപ്പോൾ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ്. ബാക്കി ദിവസങ്ങളിൽ പച്ചക്കറിയും മീനും. അപ്പോൾ മീനിൻ്റെ ഇപ്പോൾ നല്ല വില കുറഞ്ഞൊക്കെ സമയമാണെങ്കിൽ മിക്ക ദിവസങ്ങളിൽ മീനായിരിക്കും കൂടുതൽ വാങ്ങുക. ഇടയിൽ 1-2 ദിവസമൊക്കെ പച്ചക്കറി, അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ കറികളെല്ലാം എഴുതി വെക്കും. അപ്പോൾ ഇത് എഴുതുന്നതിന് മുൻപ് നമ്മുടെ ഫ്രിഡ്ജിൽ പോയിട്ട് നോക്കുക അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം ആദ്യം ഉണ്ടാക്കി തീർത്തിട്ട് മാത്രം നമ്മൾ പുതിയത് മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരാഴ്ചയിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിസ്റ്റും കാര്യമൊക്കെ എഴുതി വെക്കും. അങ്ങനെ എല്ലാ ആഴ്ചയും പോയി പച്ചക്കറി മേടിക്കാറില്ല. ഒരാഴ്ച മേടിച്ചാൽ ചിലപ്പോൾ അത് അടുത്ത ആഴ്ചയ്ക്കും ബാലൻസ് വരികയാണെങ്കിൽ മീനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബാലൻസ് വരും. അപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ മേടിക്കേണ്ടി വരില്ല, എൻ്റെ പിറ്റത്തെ ആഴ്ചയും മേടിക്കാം. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ പരിപ്പ്, കടല അതൊക്കെ ഒരു മാസത്തേക്കുള്ളത് ഞാൻ ഫുള്ളായിട്ട് മേടിച്ച് വെക്കുക പതിവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ആഴ്ച കൂടെ പോകുമ്പോൾ കടയിൽ പോയിട്ട് അങ്ങനത്തെ മേടിക്കും. പിന്നെ മീനും ചിക്കനൊക്കെ ആഴ്ചയിൽ അത് മേടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി ലിസ്റ്റ് സെറ്റാക്കി വെച്ച് ഒരു 15-20 മിനിറ്റ് സമയം നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അവരുടെയും കുറച്ച് ഐഡിയാസ് നമുക്ക് കിട്ടുകയും ചെയ്യും.
അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. ഫ്രീ ടൈമാണ്. അപ്പോൾ 1 മണി ആയപ്പോഴാണ് പിന്നെ ഞാനതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് 1 മണി ആയപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് നല്ല ഫ്രഷാക്കി ഇട്ടിട്ട് വന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിക്കണം കേട്ടോ. വൈറ്റ് റെഡ് കോമ്പിനേഷൻ വരുന്ന ബെഡ്ഷീറ്റാണ്. 275 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ അല്ലെങ്കിൽ ക്വീൻ, ഈ സൈസിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ചിലർ ചോദിച്ചിരുന്നു ഈ ബെഡ്ഷീറ്റ് ഈ ബെഡ്മേ നമ്മൾ വിരിച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് തിരികെ വെക്കാൻ പറ്റുന്ന അത്രയും തുണി ഉണ്ടോ, വലുപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കിടക്കയുടെ കട്ടി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കിടക്ക നല്ല കട്ടിയുള്ള ബെഡാണ്, അതായത് മെഡിക്കേറ്റഡ് ബെഡായതുകൊണ്ട് ഇതിന് സാധാരണ കിടക്കയെക്കാട്ടും നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കുറേ അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല, കറക്റ്റായിട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട്, അങ്ങനെ വിട്ടു പോരണില്ല. പക്ഷേ സാധാരണ കിടക്കുകയാണെങ്കിൽ ഈ ബെഡ്ഷീറ്റ് ഡബിൾ സൈസ് കറക്റ്റായിട്ട് കൊള്ളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കട്ടിയുള്ളത് പോലത്തെ മെഡിക്കേറ്റഡ് ബെഡാണെങ്കിൽ കൃത്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ തന്നെ കിങ് സൈസ് കിട്ടിയാൽ കുറച്ചുകൂടി അധികം നമുക്ക് ഉള്ളിലേക്ക് തിരികെ വയ്ക്കാൻ കിട്ടും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഞാനിപ്പോൾ വിരിച്ചത് റെഡാണ്. ജസ്റ്റ് ഈ മെഡിക്കേറ്റഡ് ബെഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും. സാധാരണ കിടക്കി ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര സ്പോഞ്ച് പോലെ അങ്ങനെ ആയിരിക്കില്ല, ഭയങ്കര കടക്കായിരിക്കും ഇത്. പിന്നെ വിലയും കുറച്ച് കൂടുതലാണ്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഈ മെഡിക്കേറ്റഡിന് തന്നെ സെമി മെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വില കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ അത് പൊടി കുറവുണ്ടായിരിക്കും. ഇതിൻ്റെ അത്രയ്ക്കും കട്ടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ മീൻകറി, ചോറ്, ഉപ്പേരി, നമ്മുടെ ഇടിയൻ ചക്ക ഉപ്പേരി എല്ലാം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ കുറച്ച് നേരം വീഡിയോയുടെ വർക്കുകളൊക്കെ ചെയ്യാതിരിക്കാറ്. പക്ഷേ ഇന്ന് ഇതൊന്നും ചെയ്യാൻ എനിക്കുള്ളൊരു എനർജി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 3:30 ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റിട്ടാണ് ചായയും കാര്യങ്ങളൊക്കെ വെച്ച് മക്കൾ ക്ലാസ്സിൽ നിന്ന് വരാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ സെറ്റാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിനി ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പണികൾ നമ്മുടെ ഈ വീക്ക്ലി പ്രിപ്പറേഷൻ്റെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റുട്ടീൻ ഫുൾ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നൊക്കെ കുടിച്ചു. കാരണം മക്കൾ വരുമ്പോഴേക്കും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ ഇന്ന് എനിക്കെന്തോ ചായ കുടിച്ചിരിക്കാൻ തോന്നി, കാരണം ഉറങ്ങി എൻ്റെ ഒരു ഉഷാറ് കുറവ്. അപ്പോൾ ചായക്ക് കുടിച്ച് കഴിഞ്ഞാൽ സെറ്റാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ പിന്നെ ട്യൂഷനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചെയ്യേണ്ടത്, കുറച്ച് നാളികേരം ചിരണ്ടി വെക്കണം. ചിരണ്ടിയിട്ട് നമ്മളത് ബോക്സിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് നാളികേരം ഇങ്ങനെ ചിരണ്ടി വെക്കുകയാണെങ്കിൽ. അതുപോലെ ചേട്ടനായാലും അവധിയുള്ള ദിവസം അല്ലെങ്കിൽ ചേട്ടന് ഫ്രീ ഉള്ള സമയത്ത് ചേട്ടനും 2 എണ്ണമൊക്കെ ഇങ്ങനെ എനിക്ക് ചിരണ്ടി തരും. അപ്പോൾ അതിങ്ങനെ ഞാൻ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കും. അപ്പോൾ നാളികേരം ചെറുവീതി എങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ കുറേ തവണ പറഞ്ഞു, കുറേ പേര് ചോദിക്കുമ്പോൾ. എന്നാലും ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയാത്തതുകൊണ്ടാവും പിന്നെയും ചോദിക്കണേ. ഒരു 2 നാളികേരമൊക്കെ ചിരണ്ടാണെങ്കിൽ ഞാനൊരു 3 ബോക്സ് 4 ബോക്സായിട്ട് തിരിച്ചിട്ടാണ് വെക്കുക. അത് എടുക്കാൻ എളുപ്പത്തിനാണ്. ഇത് നമ്മൾ അടുത്ത ദിവസം തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചാൽ മതി. ഇല്ല നമ്മൾ 2 ദിവസമൊക്കെ ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക. ഞാൻ എപ്പോഴും ഫ്രീസറിലാണ് വെക്കാറ്, അപ്പോൾ അത് കേടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ഇപ്പോൾ എനിക്കൊരു ബോക്സിലുള്ള നാളികേരം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആ ബോക്സ് എടുത്ത് പുറത്തോട്ട് വെക്കും. പുറത്തോട്ട് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ ഐസ് പിടിക്കില്ല. നാളികേരം ഫ്രിഡ്ജിലിരുന്നാൽ ഇങ്ങനെ കട്ടയായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാവും. തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നാളികേരം നമുക്ക് ഡയറക്റ്റ് അതിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. പക്ഷെ നമ്മൾ അരപ്പ് തയ്യാറാക്കുക, തേങ്ങാപ്പാൽ തയ്യാറാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് മിക്സിയിൽ അടിക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നാളികേരത്തിൻ്റെ ഒരു കുഴപ്പമുള്ളത്, തണുപ്പോട് കൂടി നമ്മളിത് മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു നെയ്യ് പോലെ വരും. കറിക്കായാലും തേങ്ങാപ്പാൽ എടുക്കുമ്പോഴൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇതിൻ്റെ തണുപ്പ് മൊത്തം വിട്ട് പോകണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരപ്പുകൾ തയ്യാറാക്കുക, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക, ഇതൊക്കെ നേരിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. ആ നെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അടപ്പൊക്കെ തെറിച്ച് പോകും. അങ്ങനെ ചെയ്യരുത്. നേരിയ ചൂടുവെള്ളം ഈ നാളികേരം ഇട്ടിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ പതുക്കെ അരച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടാണ് നാളികേരം ഫ്രിഡ്ജിൽ വെക്കുന്നത്. രണ്ടാമത് ഞാൻ ചെയ്യുന്നൊരു കാര്യം, കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെക്കും. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്ത് വയ്ക്കും. കുറച്ച് അമ്മച്ചി ഫ്രീ ആകുമ്പോൾ അമ്മച്ചി ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ചെയ്യുന്ന ഒരു ഹോബിയാണ് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെക്കൽ. കാരണം വേറെ അമ്മച്ചിക്ക് ഇപ്പോൾ പഴയ പോലെ എനർജറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നന്നാക്കി ബോക്സിലാക്കി വെക്കും. ഇഞ്ചിയുടെ പേസ്റ്റ് ഞാൻ കുറച്ച് ഇങ്ങനെ ഉപ്പ് ചേർത്ത് അരച്ച് വെക്കും. വെളുത്തുള്ളിയും ഇങ്ങനെ അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ, ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കറികൾ കാച്ചുമ്പോൾ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സാധാരണ ഒരാഴ്ചയ്ക്ക് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ആഴ്ചയുടെ ഇടയിലൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീക്ക്ലി റുട്ടീൻ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.